KC പക്ഷം വി സതീശൻ മന്ത്രിസഭയിൽ പിടിമുറുക്കി എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം KC പക്ഷ നേതാക്കൾ എന്നറിയപ്പെടുന്ന ആൾക്കാർക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശന് ധനം, തുറമുഖം, പിന്നെ നിയമവും 3 വകുപ്പുകൾ, പൊതുഭരണത്തിനൊപ്പം 3 വകുപ്പുകൾ കൂടി വി ഡി സതീശന് അവിടെ ലഭിക്കുകയാണ്. ആരോഗ്യമന്ത്രിയായിട്ട് AP അനിൽകുമാർ, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസനായി അറിയപ്പെടുന്ന AP അനിൽകുമാർ ആരോഗ്യമന്ത്രിയായിട്ട് വരികയാണ്. ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ട് PC വിഷ്ണുനാഥ്, കുണ്ട്ര MLA ആയ PC വിഷ്ണുനാഥ് വരുന്നു. വനം വകുപ്പ് മന്ത്രിയായിട്ട് KC പക്ഷത്ത് തന്നെ ഉള്ള T സിദ്ദീഖ് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സർപ്രൈസ് എൻട്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നത് OJ ജനീഷിന്റെയാണ്. OJ ജനീഷിന് യുവജനക്ഷേമം നൽകാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത്. കെ മുരളീധരൻ വൈദ്യുതി വകുപ്പ് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് നൽകാൻ വേണ്ടിയുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. അങ്ങനെ KC പക്ഷം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈയാളുന്ന തരത്തിൽ KCയുടെ പിടിമുറുക്കം മന്ത്രിസഭയിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജിൽസി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയായി AP അനിൽകുമാർ, അതിൽ തന്നെ ഇതിന്റെ ഗ്രൂപ്പ് ഘടന പരിശോധിക്കണം. മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കേണ്ടി വന്നുവെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം KC വേണുഗോപാൽ നിർദ്ദേശിച്ച ആളുകളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ആരോഗ്യവകുപ്പ് AP അനിൽകുമാറിനും, ടൂറിസം സാംസ്കാരിക വകുപ്പ് വിഷ്ണുനാഥിനും, വനം വകുപ്പ് T സിദ്ദിഖിനും, OJ ജനീഷ് എന്ന KC വേണുഗോപാൽ വഴി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം തന്നെ വേണമെങ്കിൽ പറയാം, എന്താണ് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് വന്ന OJ ജനീഷ് യുവജനക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായി ഒരു സർപ്രൈസ് എൻട്രി നടത്തിയിരിക്കുന്നു. മുരളിക്ക് കിട്ടിയിരിക്കുന്നത് വൈദ്യുതി വകുപ്പാണ്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വകുപ്പ്, വലിയ വകുപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. മോശം വകുപ്പല്ല, പക്ഷെ അദ്ദേഹത്തിന് ഒന്നുകിൽ ഈ എന്താണ് ആരോഗ്യമോ എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. സാധ്യതയുള്ള ആ നിലയ്ക്കുള്ള ഒരു സീനിയോറിറ്റി ഉള്ള ആൾ കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന് വൈദ്യുതി വകുപ്പാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ LDF സർക്കാരിൽ ഘടകകക്ഷികൾക്ക് നൽകിയിട്ടുള്ള വകുപ്പായിരുന്നു. വൈദ്യുതി വകുപ്പാണ് കെ മുരളീധരന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എന്തായാലും ഈ ഒരു പ്രഖ്യാപനം വരുമ്പോൾ ആദ്യ പ്രധാനപ്പെട്ട വകുപ്പുകൾ മന്ത്രിമാരൊക്കെ KC പക്ഷത്തിന്റെ തുറമുഖവും നിയമവുമാണ് വകുപ്പ്. പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് കാണാം. ലീഗിന്റെ നേതാക്കന്മാർ അവരുടെ വകുപ്പുകൾ പ്രഖ്യാപിക്കണം. അതേസമയം ടൈം വ്യവസ്ഥ ഉറപ്പിച്ചാൽ IC ബാലകൃഷ്ണന് പകരം KA തുളസി ആദ്യ മന്ത്രിയാകുമെന്നാണ്. അപ്പോൾ IC ബാലകൃഷ്ണനാണോ KA തുളസിയാണോ ആദ്യത്തെ മന്ത്രിയാവുക എന്ന കാര്യത്തിൽ 2ാം ടേമിലായിരിക്കണം IC ബാലകൃഷ്ണൻ ആവുക എന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി അധിക സമയമില്ല. കന്റോൺമെന്റ് ഹൗസിലെ ആ വാർത്താ സമ്മേളനത്തിലേക്ക് തന്നെയാണ് IC ബാലകൃഷ്ണൻ മന്ത്രിയാവും. നമ്മളിപ്പോ ഇരിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. DGP രവട ചന്ദ്രശേഖരൻ അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. നേരത്തെ പല MLA-മാരെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മന്ത്രിമാർ ആരൊക്കെയാകും, അവരുടെ വകുപ്പ് എന്തായിരിക്കും എന്നതാണ്. കെ മുരളീധരന് കിട്ടിയത് വൈദ്യുതി വകുപ്പാണ് എന്നാണ് നമ്മുടെ സേഫ് സൈൻ ലാബ്ദീൻ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പസമയത്തിനകം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തികളെയും അവരുടെ വകുപ്പുകളും വിശദാംശങ്ങളും പങ്കുവയ്ക്കുമെന്ന് വിചാരിക്കുന്നു. AP അനിൽകുമാർ ഏറ്റവും വിശ്വസ്തനായ KC വേണുഗോപാലിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള MLA. അദ്ദേഹമാണ് ആദ്യം പാണക്കാട് പോയത്. KC വേണുഗോപാലിന് ആവശ്യപ്പെടാൻ പാണക്കാട് പോയത്. പക്ഷേ ഇതിനകത്ത് നിഷാദ് OJ ജനീഷിന്റെ പേര് ഈ 2 ദിവസത്തെ ചർച്ചകളിലൊന്നും ഉയർന്നു വന്നിരുന്നില്ല. വളരെ പെട്ടെന്ന് OJ ജനീഷിന്റെ പേര് വരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് യുവജന ക്ഷേമ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം ആ നിലയ്ക്ക് ഡിസർവിംഗ് ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് KC വേണുഗോപാൽ പക്ഷത്തിന്റെ കൃത്യമായ കാര്യമായ ഒരു ഇടപെടൽ കൂടി അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ അവസരത്തിൽ. അതായത് ഈ മന്ത്രിസഭയിലും ആ രൂപീകരണത്തിനുമൊക്കെ KC വേണുഗോപാലിന്റെ ഒരു ശക്തമായ കരങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. മുഖ്യമന്ത്രി പദവിയിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ക്യാബിനറ്റിൽ അദ്ദേഹം പിടിമുറുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശദാംശം. ഇനി ചിലപ്പോൾ ഇതിന് വലിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടോന്നറിയില്ല. സോഴ്സസ് തരുന്ന വിവരങ്ങളാണ്. അല്പസമയത്തിനകം ലോക് ഭവനിൽ മടങ്ങിയെത്തിയ
നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയും വകുപ്പുകളും വിശദാംശങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ ഒപ്പം തന്നെ ലീഗ് നേതാക്കളും വാർത്താ സമ്മേളനത്തിലുണ്ടാകും. അവരുടെ കാര്യങ്ങളും കൃത്യമായി തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ വരുമെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ടേം വ്യവസ്ഥയിൽ ടേം വ്യവസ്ഥയെ ഉറപ്പിക്കാൻ IC ബാലകൃഷ്ണനോ കെ തുളസി ആ ടേം വ്യവസ്ഥയിൽ വരുന്നുണ്ട്. അതിൽ ആദ്യ ടേമിൽ കെ തുളസി ആയിരിക്കും, രണ്ടാം ടേമിലായിരിക്കും IC ബാലകൃഷ്ണൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ വയനാടിന് ടി സിദ്ദിഖിലൂടെ ഓൾറെഡി ഒരു പ്രാതിനിധ്യം അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കൂടി വിവരങ്ങളാണ്. അപ്പോൾ എന്തായാലും കൃത്യമായി തന്നെ നമ്മൾ കാതോർക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകൾക്കാണ്. അദ്ദേഹം കന്റോൺമെന്റ് ഹൌസിൽ ഉടൻ ഒരു വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. അതിനപ്പുറത്തേക്ക് ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് അതിനെ ഇനി വരും നിമിഷങ്ങളിൽ എങ്ങനെ ടാക്കിൾ ചെയ്യും UDF എന്നുള്ള കാര്യം കൂടെ നോക്കി കാണണം. അതിൽ ഏറ്റവും പ്രധാനം ലത്തീൻ പ്രാതിനിധ്യം ഇല്ലാതായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ. നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ ബഹിഷ്കരിക്കാൻ ലത്തീൻ സഭ തീരുമാനിച്ചിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഇനി എന്ത് ചെയ്യാൻ കഴിയും? മറ്റെന്തെങ്കിലുമൊക്കെ പദവി കൊടുത്ത് ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ കഴിയുമോ? കാരണം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതാണ് ലത്തീൻ സഭ. ആ സഭയെ ഒരു തരത്തിൽ അവർ പരിഗണിച്ചില്ല എന്നുള്ള വലിയൊരു വിഷമം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ സഭകളെ പരിഗണിച്ചിട്ടില്ല എന്നുള്ള വിമർശനത്തിനടക്കം ഇന്നിപ്പോ എന്താണ് വി.ഡി. സതീശൻ പറയാൻ പോകുന്ന മറുപടി എന്ന് നാം കാത്തിരിക്കുകയാണ്.